ഹായ്, നമ്മളിനി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ആണ്. ഓക്കെ, സോ ആവറേജ് വാല്യൂ ഓഫ് ആൻ എ സി ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദാറ്റ് ഡി സി കറണ്ട് വിച്ച് ട്രാൻസ്ഫേഴ്സ് അക്രോസ് എനി പോയിന്റ് ഓഫ് ദ സർക്യൂട്ട് ദ സെയിം ചാർജ് ആസ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ദ എ സി കറണ്ട് ഫോർ ദ സെയിം ടൈം. കുഴപ്പമായോ? വേറൊന്നുമില്ല, ഇത് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല, ഒരു ഡി സി ഇക്വാലൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു എ സി കറണ്ട് അല്ലെങ്കിൽ ഒരു എ സി ക്വാണ്ടിറ്റിയുടെ എന്താ പറയുന്നത്, ഡി സി ഇക്വാലൻ്റ് ആയിട്ടാണ് പറയുന്നത്. എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ചാർജാണോ ഈ ഒരു എ സി ക്വാണ്ടിറ്റി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഒരു പോയിന്റിൽ നിന്ന് ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നവർ എത്ര ചാർജാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിൻ്റെ ഡി സി ഇക്വാലൻ്റ് ആണ് നമ്മൾ ആവറേജ് വാല്യൂ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതിൻ്റെ സിമിലർ ചാർജ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡി സി കറണ്ടിൻ്റെ വാല്യൂ ആണ് ഈ ആവറേജ് വാല്യൂ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ഏരിയ അണ്ടർ ദ വേവ് ഫോം വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, ഒരു എ സി ക്വാണ്ടിറ്റിയുടെ അല്ലെങ്കിൽ ഒരു എ സി കറണ്ടിൻ്റെ വേവ് ഫോം നമുക്കറിയാമല്ലോ, അതിൻ്റെ ഏരിയ, ആ കർവിനകത്തുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിൻ്റെ ആവറേജ് വാല്യൂ കണ്ടെത്താം എന്നാണ് പറയുന്നത്. ഓക്കെ, and the average of mean value of a symmetrical alternating quantity such as a sine wave is the average value measured over only 1/2 of the cycle. ഓക്കെ, അതായത് നമ്മുടെ സിനുസോയിഡൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സിനുസോയിഡൽ വേവ് പോലെയുള്ള സിമെട്രിക്കൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്. സിമെട്രിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് നേരെ മിറർ ഇമേജ് പോലെ ഇരിക്കും നമ്മുടെ നെഗറ്റീവ് ഹാഫ് എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ, അതിൻ്റെ ഓൾ ടുഗദർ നമ്മൾ ആവറേജ് വാല്യൂ എടുക്കാൻ വേണ്ടി മൊത്തത്തിൽ ഏരിയ എടുത്ത് നോക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സം ചെയ്തെടുത്ത് നോക്കുമ്പോൾ ആവറേജ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന 0 ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിമെട്രിക്കൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിന് ഫുൾ സൈക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, ഹാഫ് സൈക്കിൾ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു ഹാഫ് സൈക്കിളിൻ്റെ ആവറേജ് വാല്യൂ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നത് എത്രയാണോ അതായിരിക്കും അതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ പറയുന്നത് സിമെട്രിക്കൽ വേവ് ഫോംസിൻ്റെ എന്താണ് ഒരു ഹാഫ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി ആവറേജ് വാല്യൂ കണ്ടെത്താനെന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് 2 മെത്തേഡുണ്ട്, ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡും രണ്ടാമത്തെ അനലിറ്റിക്കൽ മെത്തേഡും. ഗ്രാഫിക്കൽ മെത്തേഡ് വേറൊന്നുമല്ല, നമുക്ക് തന്നിരിക്കുന്ന സിനുസോയിഡൽ വേവ് ഫോമിന് നമ്മൾ പല കഷ്ണങ്ങളായിട്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുവാണ്. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ കഷ്ണത്തിൻ്റെയും ഒരു മാഗ്നിറ്റ്യൂഡ് വാല്യൂ ഉണ്ടാവും, അത് നമ്മൾ കൺസിഡർ ചെയ്യുക. കൺസിഡർ ചെയ്തിട്ട് അതിന് നമ്മൾ സം ചെയ്തിട്ട് അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പീസസ്, അല്ലെങ്കിൽ എത്ര പീസായിട്ടാണ് നമ്മളതിനെ കട്ട് ചെയ്തത് അല്ലെങ്കിൽ എത്ര ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടാണ് നമ്മളതിനെ കട്ട് ചെയ്തത്, അത്രയും ഫ്രാഗ്മെൻറ്റ്സിൻ്റെ എണ്ണം നമ്മൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ ടോട്ടൽ എടുത്ത സമ്മ് ഡിവൈഡഡ് ബൈ ഈ ഫ്രാഗ്മെൻറ്റ്സിൻ്റെ നമ്പർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള മെത്തേഡാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. അതല്ലെങ്കിൽ അതിനെ നമുക്ക് മിഡ് ഓർഡിനേറ്റ് മെത്തേഡ് എന്നുള്ള രീതിയിലും പറയാം. ഓക്കെ, ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എനി നോൺ സിനുസോയിഡൽ ടൈം വേരിയിങ് വേവ് ഫോം ബൈ ഡ്രോയിങ് എ നമ്പർ ഓഫ് മിഡ് ഓർഡിനേറ്റ്സ് ഓൺ ടു ദ വേവ് ഫോം. മിഡ് ഓർഡിനേറ്റ്സ് അതിൽ വരയ്ക്കുകയാണ്. ഓക്കെ, ആൻഡ് അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ഈസ് എ മാത്തമാറ്റിക്കൽ പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് ദ ആവറേജ് വാല്യൂ ഓഫ് എനി പീരിയോഡിക് വോൾട്ടേജ് ഓർ കറണ്ട്. മാത്തമാറ്റിക്കലി നമ്മളൊരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നതിനാണ് അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഗ്രാഫിക്കൽ മെത്തേഡ് അതൊന്ന് എലാബറേറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ദ പോസിറ്റീവ് ഹാഫ് ഓഫ് ദ വേവ് ഫോം ഈസ് ഡിവൈഡഡ് അപ്പ് ഇൻ ടു എനി നമ്പർ ഓഫ് n ഈക്വൽ പോർഷൻസ് ഓഫ് മിഡ് ഓർഡിനേറ്റ്സ്. n നമ്പർ ഓഫ് ഈക്വൽ പോർഷൻസ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ മിഡ് ഓർഡിനേറ്റ്സ് ആയിട്ടായിരിക്കും നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ദ വിഡ്ത്ത് ഓഫ് ഈച്ച് മിഡ് ഓർഡിനേറ്റ് വിൽ ബി 180/n ഡിഗ്രീസ് ആയിരിക്കും, അല്ലെങ്കിൽ അത്രയും സെക്കൻഡ്സ് ആയിരിക്കും അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നിൻ്റെ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ 10 ആയിട്ട് എടുത്തോട്ടെ, 10 ഫ്രാഗ്മെൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഒരു ഒരു ഹാഫ് സൈക്കിൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ഫ്രാഗ്മെൻറ്റിൻ്റെ വിഡ്ത്ത് എത്രയായിരിക്കും വരിക? 18 ഡിഗ്രി ആയിരിക്കും ഒരു ഫ്രാഗ്മെൻറ്റിൻ്റെ വിഡ്ത്ത് വരുന്നത്. 18 ഡിഗ്രി വിഡ്ത്തുള്ള 10 ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഒരു സൈക്കിളിനെ അല്ലെങ്കിൽ ഒരു ഹാഫ് സൈക്കിളിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ ഹൈറ്റ് ഓഫ് ഈച്ച് മിഡ് ഓർഡിനേറ്റ് വിൽ ബി ഈക്വൽ ടു ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ദ വേവ് ഫോം അറ്റ് ദാറ്റ് പോയിൻറ്റ്. അതിൻ്റെ ഒരു മിഡ് ഓർഡിനേറ്റിൻ്റെ ആ സമയത്തുള്ള ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. അതായിരിക്കും അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ആ വേവ് ഫോമിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, ആ പോയിൻറ്റിലെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആയിരിക്കും അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് ഈ ഹൈറ്റ്സ് എല്ലാം കൂടെ നമ്മൾ സം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ ആവറേജ് വോൾട്ടേജ് ഈസ് ദ മീൻ സം ഓഫ് മിഡ് ഓർഡിനേറ്റ്സ് ഓഫ് ദ വോൾട്ടേജ് വേവ് ഫോം.
സോ വി എ വി അല്ലെങ്കിൽ വി ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വേറെ ഒന്നുമല്ല, സം ഓഫ് ഓൾ ദ മിഡ് ഓർഡിനേറ്റ്സ്. ഈ ഒരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ മിഡ് ഓർഡിനേറ്റ്സിൻ്റെ വാല്യൂസ് നിങ്ങൾക്ക് അറിയാം. V1, V2, V3, V4, V5, V6 അപ് ടു V12 വരെ കിടപ്പുണ്ട്. ഇത്രയും വാല്യൂസാണ് ആ മിഡ് ഓർഡിനേറ്റ്സിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അതെല്ലാം കൂടെ സം ചെയ്തിട്ട് ദ ഹോൾ ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോഴത്തേക്കും ആയിരിക്കും 12 എന്ന് പറഞ്ഞാൽ 12 പീസസ് ആയിട്ടാണ് നമ്മളിതിനെ കട്ട് ചെയ്തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അപ് ടു നമ്മൾ V1 to V12 വരെയല്ല പറഞ്ഞത്, അപ്പോൾ 12 ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ട്. സോ ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ വി ആവറേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആവറേജ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ വോൾട്ടേജും ആംഗിളും തന്നിട്ടുണ്ട്. ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ ആ മിഡ് ഓർഡിനേറ്റിൻ്റെ ഹൈറ്റാണ് ഈ തന്നിരിക്കുന്നത്. ആൻഡ് ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ 0 to 18 എത്ര ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. 18 ഡിഗ്രിയുടെ 10 ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതായി കാണിച്ചിരിക്കുന്നത്. ഫ്രം 0 to 18 and 18 to 36, 36 to 54, 54 to 672 and 72 to 90, 90 to 108 and 108 to 126 and 126 to 144 and 144 to 162 and 162 to 180. അങ്ങനെ 10 പീസായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ സമയത്തുള്ള അതിൻ്റെ വോൾട്ടേജ് വാല്യൂസാണ് 6.2, 11.8, 16.2, 19, 20, 19, 16.2, 11.8 and 6.2 and 0. സോ ഈ വാല്യൂസ് എല്ലാം നമ്മൾ സം ചെയ്യുന്നു. ആൻഡ് ദ ഹോൾ വാല്യൂസിൻ്റെ സം നമ്മൾ എടുത്തിട്ട് എന്താണ്, ഇറ്റ് വിൽ ബി ഡിവൈഡഡ് ബൈ എത്ര ഫ്രാഗ്മെൻറ്റ്സിൻ്റെ എണ്ണം, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ 10 ഫ്രാഗ്മെൻറ്റ്സ് അല്ലേ, അപ്പോൾ ഡിവൈഡഡ് ബൈ 10. സോ ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 6.2 തൊട്ട് ഈ 0 വരെയുള്ള വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 126.4 ആണ്. ആൻഡ് ദ ഹോൾ വാല്യൂ വിൽ ബി ഡിവൈഡ് ബൈ 10. സോ നമ്മുടെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞ് കിട്ടുന്നത് 12.64 ആയിരിക്കും നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. 12.64 വോൾട്ട് ആയിരിക്കും നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ മിഡ് ഓർഡിനേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ആവറേജ് വാല്യൂ കണ്ടെത്തുന്നത്. Analytically നോക്കുകയാണെങ്കിൽ the average value can be taken mathematically by taking the approximation of the area under the curve. ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അപ്രോക്സിമേഷൻ ആയിട്ടുള്ള നമ്മുടെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് അത് കണ്ടുപിടിക്കുന്ന വേരിയസ് ഇൻ്റർവൽസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടു ദ ഡിസ്റ്റൻസ് ഓർ ലെങ്ത് ഓഫ് ദ ബേസ്. ആൻഡ് ദ ആവറേജ് വാല്യൂ വിൽ ബി ഈക്വൽ ടു ദ ഏരിയ അണ്ടർ ദ ഹാഫ് സൈക്കിൾ ഡിവൈഡഡ് ബൈ ബേസ്. ആ ബേസ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആവറേജ് വാല്യൂ കിട്ടുന്നുണ്ടാവും. സോ ഇതാണ് നമ്മുടെ ആ ഒരു കർവ്. ഇതിൻ്റെ എന്താണ് ഏരിയ, ഈ ഒരു കർവിന് അണ്ടറിലുള്ള നമ്മുടെ ഏരിയയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഡിവൈഡ് ബൈ ദ ബേസ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. സോ അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദ ആവറേജ് ഓഫ് ദ average value of the positive region of a sinusoidal wave by integrating the sinusoidal quantity over half a cycle and dividing by the half the period. Okay, and dividing by half the period. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഏരിയ അണ്ടർ ദ കർവ് നമുക്ക് കിട്ടുന്നുണ്ടാവും. വി ആവറേജ് വിൽ ബി ഈക്വൽ ടു എന്താണ് 1/π. 1/π എന്ന് പറയാൻ കാര്യം എന്താണ്, ഹാഫ് ദ പീരീഡ് അല്ലേ നമ്മൾ പറഞ്ഞത്. ടോട്ടൽ പീരീഡ് എന്ന് പറയുമ്പോൾ 2π ആയിരിക്കും. സോ ഹാഫ് ദ പീരീഡ് വിൽ ബി ഈക്വൽ ടു π. അതുകൊണ്ടാണ് അവിടെ 1/π, അതിൽ പൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഏരിയ അണ്ടർ ദ കർവ് ആണ് നമ്മൾ എന്താണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് 0 to π VP sin theta d theta. Okay, so 1/π 0 integral 0 to π VP sin theta d theta. വി പി എന്ന് ഉദ്ദേശിക്കുന്നത് വി പോസിറ്റീവാണ് ഉദ്ദേശിക്കുന്നത്, പോസിറ്റീവ് മാക്സിനെയാണ് വി പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വാല്യൂ വിൽ ബി വി പി ബൈ പൈ മൈനസ് ഓഫ് കോസ് തീറ്റ. നമ്മുടെ ലിമിറ്റ് വരുമ്പോഴത്തേക്കും ഫ്രം 0 to π. ആൻഡ് ഇത് നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2VP/π ആയിരിക്കും, അല്ലെങ്കിൽ 2/π VP. സോ 2/π എന്നുള്ള വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.637 ആയിരിക്കും. 2/π എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. സോ ആൻസർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവറേജ് വാല്യൂ, ഒരു സിനുസോയ്ഡൽ വേവ് ഫോമിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.637 ടൈംസ് ഓഫ് ദ പോസിറ്റീവ് മാക്സിമം ആണ് നമുക്ക് കിട്ടുക. 0.637 ഇൻറ്റു വി പി, അല്ലെങ്കിൽ 0.637 VP ആണ് നമുക്ക് കിട്ടുന്ന ആവറേജ് വാല്യൂ എന്ന് പറയുന്ന ഒരു സിനുസോയ്ഡൽ വേവ് ഫോമിൻ്റെ. ഓക്കെ, ആൻഡ് ആവറേജ് വോൾട്ടേജ് the average voltage by multiplying the peak voltage value by the constant 0.637. The average voltage depends on the magnitude of the waveform.
അത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വേവ് ഫോമിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഐദർ ദ ഫ്രീക്വൻസി ഓർ ദ ഫേസ് ആംഗിൾ. ഇത് ജസ്റ്റ് പ്യോർലി മാഗ്നിറ്റ്യൂഡ്, വേവ് ഫോമിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. ഇത് ഫ്രീക്വൻസിയെയോ അല്ലെങ്കിൽ ഫേസ് ആംഗിളിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇറ്റ് ഡസൻറ്റ് ഡിപ്പെൻഡ് ഓൺ, ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഐദർ ദ ഫ്രീക്വൻസി ഓർ ദ ഫേസ് ആംഗിൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ആവറേജ് വാല്യൂ കണ്ടെത്താൻ വേണ്ടി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തരുവാണ്. ഫൈൻഡ് ദ ആവറേജ് വാല്യൂ. 20 ആണ് നമ്മുടെ പീക്ക് വാല്യൂ എന്ന് തന്നിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 20 ആണ് നമ്മുടെ പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ എന്ന് തന്നിട്ട് ഫൈൻഡ് ദ ആവറേജ് വാല്യൂ ഓഫ് ദി സിനുസോയ്ഡൽ ക്വാണ്ടിറ്റി. അതൊരു സിനുസോയ്ഡൽ ക്വാണ്ടിറ്റി ആണ്. അതിൻ്റെ വാല്യൂ, പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 20 വോൾട്ട് ആണെങ്കിൽ അതിൻ്റെ ആവറേജ് വാല്യൂ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 0.637 ടൈംസ് ഓഫ് 20 ആയിരിക്കും. കാരണം നമുക്കറിയാം ഒരു സിനുസോയ്ഡൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 0.637 ടൈംസ് ഓഫ് ദ പീക്ക് വാല്യൂ ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ്, വി പി കെ ഇൻറ്റു 0.637, സോ 20 ഇൻറ്റു 0.637, സോ ദ ആൻസർ വിൽ ബി 12.74 വോൾട്ട്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ആർ എം എസ് വാല്യൂ. ആർ എം എസ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, ഇറ്റ് ഈസ് ദ സ്റ്റഡി സ്റ്റേറ്റ് ഡി സി കറണ്ട് വിച്ച് വെൻ ഫ്ലോയിങ് ത്രൂ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം produces the same heat as produced by alternating current for the same circuit and for the same period of time. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇതൊരു എന്താണ്, ഡി സി ഇക്വാലൻ്റ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു എ സി കറണ്ട് ഒരു സർക്യൂട്ടിൽ കൂടെ പാസ് ചെയ്യുന്നു ഫോർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക് ഒരു എ സി കറണ്ട് ഒരു സർക്യൂട്ടിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എന്താ പറയുന്നത്, ഡി സി ഇക്വാലൻ്റ്. സോ സിമിലർലി ഒരു ഡി സി കറണ്ട് പോകുമ്പോഴത്തേക്കും എത്രയാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സോ ആ സിമിലാരിറ്റിയാണ് പറയുന്നത്. ഓക്കെ, സോ സെയിം ടൈം ഒരു എ സി കറണ്ട് പോകുമ്പോഴത്തേക്കും ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ ഡി സി ഇക്വാലൻ്റ് ആണ് നമ്മൾ ആർ എം എസ് വാല്യൂ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ, ഇറ്റ് ഈസ് എ സ്ക്വയർ റൂട്ട് ഓഫ് ദ മീൻ വാല്യൂ ഓഫ് സ്ക്വയർഡ് ഫങ്ഷൻസ് ഓഫ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ആർ എം എസ് വാല്യൂ എന്ന് പറഞ്ഞ പേര് തന്നെ അതാണ്, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്നാണ് അതിനെ പറയുന്നത്. റൂട്ട് മീൻ സ്ക്വയർ, അതായത് സ്ക്വയർഡ് വാല്യൂസിൻ്റെ മീൻ കണ്ടിട്ട് അതിൻ്റെ റൂട്ടാണ്. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് ദ മീൻ വാല്യൂ ആണ് വരുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസിൻ്റെ. ആൻഡ് ആർ എം എസ് റെഫേഴ്സ് ടു ടൈം വേരിയിങ് സിനുസോയ്ഡൽ വോൾട്ടേജസ്, കറണ്ട്സ് ഓർ കോംപ്ലക്സ് വേവ് ഫോംസ് where the magnitude of the waveform changes over time. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓവർ ടൈം ചേഞ്ച് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, സോ അങ്ങനെ വരുന്ന എന്താണ് പറയുന്നത്, നമ്മുടെ സിനുസോയ്ഡൽ വോൾട്ടേജസിനെയൊക്കെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ആർ എം എസ് വാല്യൂ പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ഡി സി സർക്യൂട്ട് അനാലിസിസ് ഓർ കാൽക്കുലേഷൻസ്. ഡി സിയിൽ ഇത് വരുന്നില്ല, കാരണം എന്താ, അവിടെ ഓൾട്ടർനേറ്റിംഗ് അല്ല. ഓക്കെ, ഡയറക്റ്റ് കറണ്ടാണ്, അപ്പോൾ ഒരു വാല്യൂ ഉള്ളൂ, വേരിയേഷൻസ് അവിടെ സംഭവിക്കുന്നില്ല. സോ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ഡി സി സർക്യൂട്ട് അനാലിസിസ് ഓർ കാൽക്കുലേഷൻസ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ആവറേജിൻ്റെ കാര്യം പറഞ്ഞതുപോലെ രണ്ട് മെത്തേഡ് തന്നെയാണ്, ഗ്രാഫിക്കൽ മെത്തേഡും അനലിറ്റിക്കൽ മെത്തേഡും. ആൻഡ് ഇൻ ഗ്രാഫിക്കൽ മെത്തേഡ് വിൽ ബി യൂസിങ് എന്താണ്, മിഡ് ഓർഡിനേറ്റ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഗ്രാഫിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ ആർ എം എസ് വാല്യൂ. ആൻഡ് അനലിറ്റിക്കൽ മെത്തേഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്തമാറ്റിക്കൽ പ്രൊസീജിയർ യൂസ് ചെയ്തിട്ടാണ്, ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കണം, ആ ഏരിയ അണ്ടർ ദ കർവ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, സോ graphical method to find the RMS value of any non-sinusoidal time varying waveform by drawing a number of mid-ordinates onto the waveform. And an analytical method, it is a mathematical procedure for finding the effective or RMS value of any periodic voltage or current. And in graphical method എന്താണ്, പോസിറ്റീവ് വേവ് ഫോം. ഓക്കെ, പോസിറ്റീവ് ഹാഫ് ഓഫ് ദ വേവ് ഫോം നമ്മൾ ചെയ്യുന്നത് എന്താണ്, n ഈക്വൽ പോർഷൻ ആയിട്ട്, n ഈക്വൽ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ മിഡ് ഓർഡിനേറ്റ്സ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റ് ചെയ്യുന്നു. ആൻഡ് ദ വിഡ്ത്ത് ഓഫ് ഈച്ച് മിഡ് ഓർഡിനേറ്റ് വിൽ ബി 180/n ഡിഗ്രീസ് അല്ലെങ്കിൽ t സെക്കൻഡ്സ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്താണ്, ഹൈറ്റ് ഓഫ് ഈച്ച് മിഡ് ഓർഡിനേറ്റ് വിൽ ബി ഈക്വൽ ടു ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ദ വേവ് ഫോം അറ്റ് ദാറ്റ് പോയിൻറ്റ്. ആ സമയത്തുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിൻ്റെ എന്താണ്, വേവ് ഫോമിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിൻ്റെ വാല്യൂ ആയിരിക്കും നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്, മിഡ് ഓർഡിനേറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വി ആർ എം എസ് വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദ സം ഓഫ് ദ മിഡ് ഓർഡിനേറ്റ് വോൾട്ടേജസിൻ്റെ സ്ക്വയർ. ഓക്കെ, മിഡ് ഓർഡിനേറ്റ് വാല്യൂസിൻ്റെ സ്ക്വയർ, മിഡ് ഓർഡിനേറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആവാം, കറണ്ട് ആവാം, ഈ വാല്യൂസിൻ്റെ സ്ക്വയർഡ് വാല്യൂസിൻ്റെ സമ്മ് എടുക്കുക, എന്നിട്ട് ഇത് ഡിവൈഡ് ചെയ്യുക, എന്താണ്, ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് മിഡ് ഓർഡിനേറ്റ്സ്. ആൻഡ് ഇതിൻ്റെ ഈ കിട്ടുന്ന വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ എടുക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, മിഡ് ഓർഡിനേറ്റ്സ് കാണുക, മിഡ് ഓർഡിനേറ്റ് വാല്യൂസ് കണ്ടിട്ട് അതിനെ സ്ക്വയർ ചെയ്യുക, സ്ക്വയർ ചെയ്തിട്ട് സം ചെയ്യുക, സം ചെയ്തതിന് ശേഷം എന്താണ്, സ്ക്വയർഡ് വാല്യൂസിൻ്റെ സം എടുത്തിട്ട് അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മിഡ് ഓർഡിനേറ്റ്സ് എടുക്കുക, എന്നിട്ട് ഇതിനെ എന്താണ് സ്ക്വയർ റൂട്ട് ചെയ്യുക.
കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ RMS എന്ന് പറയുന്നത്, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഓക്കെ, സോ ഇവിടെ തന്നെ നമുക്ക് എടുക്കാം എന്താണ് V1 to V12 വരെയുള്ള ഫ്രാഗ്മെൻറ്റ്സ് ആക്കുന്നുണ്ട്, 12 ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ട്. സോ V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ പ്ലസ് V3 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു V12 സ്ക്വയർ ആൻഡ് ദ ഹോൾ ഡിവൈഡഡ് ബൈ 12 ആൻഡ് ദ ഹോൾ, ഈ ഹോൾ ഇതിൻ്റെയും നമ്മളെന്താണ് സ്ക്വയർ റൂട്ട് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, സോ ടു ഫൈൻഡ് ദ RMS വോൾട്ടേജ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ നമ്മൾ 18 to 180 വരെയുള്ള 10 ഫ്രാഗ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. 6.2 തൊട്ട് 0 വോൾട്ട് വരെയുള്ള വോൾട്ടേജ് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ RMS കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, 6.2ൻ്റെ സ്ക്വയർ പ്ലസ് 11.8ൻ്റെ സ്ക്വയർ പ്ലസ് 16.2ൻ്റെ സ്ക്വയർ പ്ലസ് 19ൻ്റെ സ്ക്വയർ പ്ലസ് 20യുടെ സ്ക്വയർ പ്ലസ് 19ൻ്റെ സ്ക്വയർ പ്ലസ് 16.2ൻ്റെ സ്ക്വയർ പ്ലസ് 11.8ൻ്റെ സ്ക്വയർ പ്ലസ് 6.2ൻ്റെ സ്ക്വയർ പ്ലസ് 0 ആൻഡ് ദ ഹോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മിഡോട്ടൻസ് എത്രയാണ് 10. സോ ഡിവൈഡ് ബൈ 10 ആൻഡ് ഈ ഹോൾ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. സോ ഹോൾ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് 200 ആണ്. സോ 200ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, സോറി സ്ക്വയർ അല്ല സ്ക്വയർ റൂട്ട് എടുക്കുക. കിട്ടുന്ന വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായിരിക്കും 14.14 വോൾട്ട്സ് ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത് RMS വാല്യൂവിൻ്റെ. അനലിറ്റിക്കൽ മെത്തേഡ് എടുക്കുമ്പോൾ ഇക്വേഷൻസ് വരുന്നുണ്ട്. സോ VRMS വിൽ ബി ഈക്വൽ ടു എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ്, അവിടെ സ്ക്വയർ റൂട്ട് ഉണ്ട് 1/t, നേരത്തെ പറഞ്ഞ പോലെ എന്താണ് 1/t ടൈം പീരീഡ് അല്ലേ. സോ 1/t ഇൻ്റഗ്രൽ 0 to t Vm സ്ക്വയർ cos സ്ക്വയർ ωt dt. ഓക്കെ, ആൻഡ് VRMS വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് VM ഒക്കെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ VM സ്ക്വയർ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ VM സ്ക്വയർ ബൈ 2t ഹോൾ ഇൻ ടു t പ്ലസ് 1/2 ഒമേഗ സൈൻ 2 ωt. ഇതിൻ്റെ ലിമിറ്റ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഫ്രം 0 to t ആയിരിക്കും ഇതിൻ്റെ ലിമിറ്റ്സ് വരുന്നത്. ആൻഡ് ഫൈനലി നമ്മളിതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് VPK, അതായത് V പീക്ക് വാല്യൂ ഇൻ ടു 1/√2. ഓക്കെ, 1√2 ഡിവൈഡ് ബൈ, അത് നമ്മുടെ VPK വാല്യൂ, നമ്മുടെ പീക്ക് വോൾട്ടേജ് വാല്യൂ ഡിവൈഡഡ് ബൈ √2 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ എന്താണ് VRMS എന്ന് പറയുന്നത്, വിച്ച് വിൽ ബി ഈക്വൽ ടു 0.7071 ടൈംസ് ഓഫ് ദ VPK വാല്യൂ. നേരത്തെ നമ്മൾ പറഞ്ഞു ആവറേജ് വാല്യൂ ആണെങ്കിൽ 0.637 ടൈംസ് ഓഫ് VPK അല്ലെങ്കിൽ പീക്ക് വാല്യൂ എന്ന് പറഞ്ഞു. ഇവിടെ RMS വാല്യൂ ആണെങ്കിൽ ഇറ്റ് വിൽ ബി 0.7071 ടൈംസ് ഓഫ് ദ പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ RMS വാല്യൂ എന്ന് പറയുന്നത്. RMS വാല്യൂവും പീക്ക് വാല്യൂവും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു സൈക്കിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. പീക്ക് വാല്യൂവിൻ്റെ തൊട്ട് താഴെ RMS വാല്യൂ നിൽക്കും. ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആവറേജ് വാല്യൂ കൂടെ കൊടുക്കുകയാണെങ്കിൽ RMSൻ്റെ തൊട്ട് താഴെ വന്ന് നമ്മുടെ ആവറേജ് വാല്യൂ നിൽക്കുന്നുണ്ടാകും. ഓക്കെ, ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത അതേ പോയിന്റിലേക്ക് തിരിച്ചെത്തുന്നത് നോക്കിയാൽ മതി ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട്. ഓക്കെ, അതായത് 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ നിന്ന് വീണ്ടും 0, വീണ്ടും പോസിറ്റീവ് മാക്സിൽ നിന്ന് വീണ്ടും 0, ഈ ഒരു ഫുൾ സൈക്കിൾ. അതുപോലെ പീക്ക് ടു പീക്ക് എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് പീക്ക് ടു പോസിറ്റീവ് പീക്കിൻ്റെ ആ ഒരു വാല്യൂ ആണ്, ആ ഒരു ആംപ്ലിറ്റ്യൂഡാണ് നമ്മൾ പീക്ക് ടു പീക്ക് വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് സിനുസോഡൽ RMS വാല്യൂസ് വരുമ്പോഴത്തേക്ക് എന്താണ് VRMS വിൽ ബി ഈക്വൽ ടു 1/√2 VPK ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0.7071 ഓഫ് VPK. ഓക്കെ, പീക്ക് ടു പീക്കിൻ്റെ എടുക്കുകയാണെങ്കിൽ ഈ VRMS തന്നെ നമുക്ക് VPK അല്ലെങ്കിൽ പീക്ക് വാല്യൂവിൻ്റെ ബേസിൽ പറയുമ്പോഴത്തേക്കാണ് 0.7071 വരുന്നത്. ബൈ ദ സെയിം ടൈം നമുക്ക് പീക്ക് ടു പീക്ക് വാല്യൂവിൻ്റെ രീതിയിലും പറയാം. പീക്ക് ടു പീക്ക് വാല്യൂവിൻ്റെ രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 1/2√2 ടൈംസ് ഓഫ് VPP ആണ്. VPP എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രം പീക്ക് ടു പീക്ക്, അതായത് നെഗറ്റീവ് പീക്കിൽ നിന്ന് പോസിറ്റീവ് പീക്കിലേക്കുള്ള വാല്യൂ ആണ്. സോ പീക്ക് ടു പീക്ക് വാല്യൂവിൻ്റെ 0.3536 ടൈംസ് ആയിരിക്കും നമ്മുടെ RMS വാല്യൂ വരിക. ഓക്കെ, ആൻഡ് നമ്മുടെ RMS വാല്യൂവിനെ ആവറേജ് വാല്യൂവിൻ്റെ രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് π/2√2 ടൈംസ് ഓഫ് V ആവറേജ് ആണ് നമ്മുടെ RMS വാല്യൂ വരിക. ആൻഡ് അങ്ങനെ പറയുമ്പോഴത്തേക്കും എത്രയാണ് 1.11 ടൈംസ് ഓഫ് V ആവറേജ്. എപ്പോഴും നമുക്ക് V ആവറേജിനെ കാട്ടിയും RMS കൂടുതലാണ് നമുക്കറിയാമല്ലോ, ജസ്റ്റ് മേളിൽ നിൽക്കും. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ് 1.11 ടൈംസ് ഓഫ് V ആവറേജ് ആയിരിക്കും VRMS എന്ന് പറയാം. സോ ഇങ്ങനെ ഇത് നമുക്കൊന്ന് നോക്കാം. കാരണം വെച്ചാൽ ഇത് ചിലപ്പോൾ നമുക്കൊരു എന്താ പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യനിലോ അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. എസ്പെഷ്യലി പീക്ക് ടു പീക്ക് വാല്യൂവിൻ്റെ റേഞ്ചിൽ വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം അധികം കണ്ടിട്ടില്ലാത്തൊരു ഏരിയയാണ്, നമ്മൾ ചോദിച്ചിട്ടില്ലാത്തൊരു ഏരിയയാണ്. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ അധികം ചോദിക്കുന്നൊരു സിറ്റുവേഷനാണ്.
സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ബേസുമാണ്, അതേസമയം പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു ഏരിയ ആണ്. സോ അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. പീക്ക് ടു പീക്ക് വാല്യൂവിൻ്റെയും ആവറേജ് വാല്യൂവിൻ്റെയും ബേസിസുള്ള RMS വാല്യൂവിനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ്. സിനുസോയ്ഡൽ വേവിൻ്റെയാണ്, ഇതെല്ലാം സിനുസോയ്ഡൽ വേവിൻ്റെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ ആവറേജ് വാല്യൂവും RMS വാല്യൂവും കേട്ടു. ഇനി ഇത് രണ്ടും കൂടെ റിലേറ്റ് ചെയ്യുന്ന രണ്ട് ടേംസും കൂടെ നമ്മുടെ AC ഫണ്ടമെൻറ്റൽസിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, മൈൻഡിൽ വരും, ഫാക്ടേഴ്സാണ്, ഫോം ഫാക്ടർ ആൻഡ് പീക്ക് ഫാക്ടർ. സോ ഫോം ഫാക്ടർ സൂചിപ്പിക്കുന്ന വേറൊന്നുമല്ല, ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ RMS വാല്യൂ ആൻഡ് ആവറേജ് വാല്യൂ. RMS വാല്യൂവിൻ്റെ ആവറേജ് വാല്യൂവിൻ്റെ റേഷ്യോ ആണ് ഫോം ഫാക്ടർ സൂചിപ്പിക്കുന്നത്. ആൻഡ് അതിന് KF എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം, സബ്സ്ക്രിപ്റ്റ് F എന്നുള്ള രീതിയിൽ നമുക്ക് ഫോം ഫാക്ടർ നമുക്ക് മെൻഷൻ ചെയ്യാം. ആൻഡ് വിൽ ബി ഈക്വൽ ടു എന്താണ്, RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. നമ്മുടെ ഒരു സിനുസോയ്ഡൽ വേവിൻ്റെ കോൺസെപ്റ്റിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ എന്താണ്, RMS വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും 0.7071 ടൈംസ് ഓഫ് Vmax അല്ലെങ്കിൽ V peak ആൻഡ് ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഫോർ എ സിനുസോയ്ഡൽ വേവ് ഇറ്റ് വിൽ ബി 0.637 ടൈംസ് ഓഫ് Vmax. സോ 0.7071 ഡിവൈഡഡ് ബൈ 0.637 കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 1.11 ആണ് കിട്ടുന്നത്. സോ ഇറ്റ് വിൽ ബി 1.11 ഈസ് ദ ഫോം ഫാക്ടർ ഫോർ എ സിനുസോയ്ഡൽ വേവ്. ഓക്കെ, ആൻഡ് RMS വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ ആവറേജ് വാല്യൂ. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ആൻഡ് ഫോർ റെക്ടാങ്കുലർ വേവ് RMS വാല്യൂ വിൽ ബി ഈക്വൽ ടു ആവറേജ് വാല്യൂ. ഓക്കെ, ഒരു റെക്ടാങ്കുലർ വേവ് ആണെങ്കിൽ ആവറേജ് വാല്യൂയും RMS വാല്യൂയും സെയിം തന്നെ ആയിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ആൻഡ് പീക്ക് ഫാക്ടർ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് KP എന്നുള്ള രീതിയിലാണ്, K സബ്സ്ക്രിപ്റ്റ് P. ആൻഡ് പീക്ക് ഫാക്ടർ നമുക്ക് ക്രസ്റ്റ് ഫാക്ടർ എന്നും വിളിക്കാം. ആൻഡ് ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ദ മാക്സിമം വാല്യൂ ആൻഡ് ആവറേജ് വാല്യൂ. ഓക്കെ, ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ മാക്സിമം വാല്യൂ ആൻഡ് ആവറേജ് വാല്യൂ ഓഫ് എ alternating quantity. So KP, peak factor or crest factor will be equal to maximum value divided by average value. സോ നമുക്ക് ഒരു സിനുസോയ്ഡൽ വേവ് ഫോമിൻ്റെ രീതിയിൽ എടുക്കുകയാണെങ്കിൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ VP അല്ലെങ്കിൽ VM എന്ന് പറയുന്നു. ആൻഡ് ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും 0.73 ടൈംസ് ഓഫ് VP അല്ലെങ്കിൽ VM. സോ 1/0.637 1/0.637 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.414 ആണ്. സോ പീക്ക് ഫാക്ടർ ഓർ ക്രസ്റ്റ് ഫാക്ടർ ഫോർ എ സിനുസോയ്ഡൽ വേവ് ഫോം വിൽ ബി ഈക്വൽ ടു 1.414. ഓക്കെ, ഇത് രണ്ടും ഫാക്ടേഴ്സാണ്, രണ്ട് ഒരേ വാല്യൂസിൻ്റെ വോൾട്ടേജിൻ്റെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ തന്നെ റേഷ്യോ ആയതുകൊണ്ട് ആ ഒരു ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ തന്നെ എന്താണ് മാക്സിമം വാല്യൂവിൻ്റെയും ആവറേജ് വാല്യൂവിൻ്റെയും അതുപോലെ RMS വാല്യൂവിൻ്റെയും ആവറേജ് വാല്യൂവിൻ്റെയും റേഷ്യോ ആയതുകൊണ്ട് തന്നെ അത് ഡിവൈഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് ഇതിന് യൂണിറ്റ് ഇല്ല, ജസ്റ്റ് ഒരു ഒരു വാല്യൂ മാത്രമാണ് വരുന്നത്, യൂണിറ്റ് ഇതിന് വരുന്നുണ്ടാവില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പീക്ക് ഫാക്ടറും ഫോം ഫാക്ടറും. ഓക്കെ, താങ്ക് യു.